ഹലോ! എല്ലാവരും എന്ത് ചെയ്യണു? എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എഎം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടേക്കാണ് ഈ കൊട്ടയൊക്കെ ആയിട്ട് എന്നല്ലേ, കൊട്ടയും കൈക്കൊട്ടൊക്കെ ആയിട്ട്. ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വാ, നമുക്ക് സ്പോട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതാ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അധികം നടക്കാനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. നമ്മളവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ആ സ്ഥലം. നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചപ്പൊക്കെ കളഞ്ഞ് ആ മുളച്ചിരിക്കുന്ന പുല്ലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. ഇവിടെയാണ് ആ പ്രധാന സംഭവം ഉള്ളത്. അപ്പോൾ എന്താണെന്ന് കണ്ടാലോ? ഇതാണ് കേട്ടോ അത്. നമ്മുടെ മഞ്ഞളാണേ. അപ്പോൾ മഞ്ഞൾ കിളക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അധികമൊന്നുമില്ല, കഴിഞ്ഞ വർഷം കിളക്കാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളത് നമുക്ക് കിളച്ചെടുത്ത് നോക്കാം, എത്ര ഉണ്ടാവും അറിയാലോ. അപ്പോൾ തുടങ്ങാം. ഞാനിതാ അങ്ങനെ മഞ്ഞൾ കിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇത് നമ്മൾ തറയാക്കി നട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഇളകി പോരുകയും ചെയ്യും, നമുക്ക് മഞ്ഞളൊക്കെ പൊട്ടിപ്പോവാതെ കിട്ടുകയും ചെയ്യും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗുണം, തറയാക്കി നട്ട് കഴിഞ്ഞാൽ. ഈ പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്കറിയാമല്ലോ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വീഡിയോ നന്നാക്കണം എന്നൊക്കെ എനിക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളിതാ ഈ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇളക്കാത്തത് കൊണ്ട് ഉള്ള മഞ്ഞൾ കംപ്ലീറ്റ് ആയിട്ട് പോയി കേട്ടോ. നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള മഞ്ഞൾ പോലും ഇപ്രാവശ്യം നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് വിത്തൊക്കെ എടുത്ത് വയ്ക്കാം. വിത്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എത്രത്തോളം നമുക്ക് നടാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വിത്തൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലൊരു വിളവില്ല. ഒന്നും വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വളമൊന്നും ഇട്ട് പൊളപ്പിച്ച് കൊടുത്തതൊന്നുമല്ല. അതുകൊണ്ടാണ് ഉള്ളതിന് പോലും മഞ്ഞളില്ലാത്തത്. നമുക്ക് അങ്ങനെ വളമിട്ട് കൊടുത്തിട്ടുള്ളൊരു സംഭവം വേണ്ട. നമ്മൾ വളമിടാതെ നാച്ചുറലായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളേ. നമുക്കൊരു തറ കിളച്ചപ്പോൾ ഇത്രയും മഞ്ഞളാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇനി ഒരു തറയും കൂടി ഉണ്ട് കിളക്കാൻ, അതും കൂടെ കിളച്ച് നോക്കാം. ഇതാണ് കേട്ടോ ആ തറ. അതും കൂടി ഒന്ന് കിളച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടാമത്തെ തറയും കിളച്ചപ്പോൾ നമുക്ക് ഇത്ര മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി വരുമ്പം ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. വിത്തിനും കൂടി എടുത്ത് വെച്ചിട്ട് എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.